മദ്യം ഇവിടെ ലീഗലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ മോഹൻലാൽ എന്ന വ്യക്തിയായി നിങ്ങളോട് നേരിട്ട് പറയുകയാണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഇന്നലെ ലാലേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, തൂഫാൻ വാരിയറായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് സേ നോ ടു ഡ്രഗ്സ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, അടിപൊളി വീഡിയോ ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തോന്നിയിരുന്നു കണ്ടപ്പോൾ. അതിൻ്റെ അടിയിൽ ഏകദേശം ഒരു 80% ആൾക്കാരും നല്ല കമൻസാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഒരു 20% ആൾക്കാർ വളരെ മോശമായിട്ടുള്ള കമൻസ്, മദ്യം ഉപയോഗിക്കാമോ ലാലേട്ട, അല്ലെങ്കിൽ നിങ്ങളാണോ ഇത് വന്ന് പറയണേന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കമൻസ് അതിൽ കാണാൻ സാധിച്ചു. എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് ഞാൻ ആലോചിക്കണേ. ഈ ബാഡ് കമൻസ് ഇടുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരുടെയും പ്രശ്നം എന്താ വെച്ചെങ്കിൽ പാർട്ടിപരമായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ UDF ഇത് നടപ്പിലാക്കുന്നതിൽ അസ്വസ്ഥതയുള്ള കുറേ ആൾക്കാരുണ്ട്. ഗംഭീരമാണുള്ള പരിപാടി, അപ്പോൾ അതിനെ മോശമായിട്ട് അങ്ങോട്ട് താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് മോശമായിട്ട് കമൻ്റ് അടിക്കുക. പിന്നെ ലാലേട്ടനോട് ദേഷ്യമുള്ള കുറേ മമ്മൂക്ക ഫാൻസും ഭയങ്കര മോശമായിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. എനിക്ക് ലാലേട്ടൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് വളരെ അഭിമാനം തോന്നി. അദ്ദേഹത്തിനെ പോലെ ഒരു സെലിബ്രിറ്റി ഇങ്ങനെ ഒരു മിഷൻ്റെ ഭാഗമായത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. എനിക്ക് മനസ്സിലാവില്ല ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ നാളെ മമ്മൂക്കയും ഇങ്ങനത്തെ ഒരു വീഡിയോയുമായി വരാം, അതിനെ 100% നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നാളെ സുരേഷ് ഗോപിയും ഇങ്ങനത്തെ ഒരു വീഡിയോ വരികയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് സുരേഷ് ഗോപി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തു, അയ്യോ നാളെ മുതൽ MDMA യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യും എന്നാണ് അവരോട് ഇങ്ങനത്തെ കമൻസ് എടുക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ? നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. അത് അവർക്ക് എന്തിൻ്റെ കേടാ? എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇങ്ങനത്തെ ഈ ഒരു തൂഫാൻ വാരിയറിൻ്റെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം പൈസ ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അത് ഇവൻ ഇപ്പോൾ ഏത് ആക്ടേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പൈസ ഒന്നും വാങ്ങാൻ വഴിയില്ല. കാരണം ഇത് സമൂഹത്തിനുണ്ടാവുന്നൊരു വിപത്തിനെതിരെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഈ മദ്യം ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട്, മദ്യം ഇവിടെ ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താ പറയുക, സിഗരറ്റും ഇവിടെ ലീഗലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് നല്ലതാണെന്നൊന്നും ആരും പറയില്ല. ആരും നാളെ മറ്റേ ലാലേട്ടൻ പറയില്ലോ മദ്യം സൂപ്പറാണ് എല്ലാവരും ഉപയോഗിക്കണം എന്ന് പറയില്ല. അതിൻ്റെ കോൺസിക്വൻസസ്, അത് ഉപയോഗിക്കുന്ന ആ കുപ്പിയിലാണ് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കോൺസിക്വൻസസ്. സിഗരറ്റിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ അതിൻ്റെ ബോക്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരാളും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഏതൊരു സെലിബ്രിറ്റിയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾ എന്ന തൂഫാൻ വാരിയറായിട്ട് വീഡിയോ ഇട്, 4 ആളിലേക്ക് റീച്ച് ആവോ നോക്ക്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത റീച്ച് ആവും? ഒരിക്കലും റീച്ച് ആവില്ല. പിന്നെ ആരാടെ പെർഫെക്റ്റ് ഉള്ള ഈ ലോകത്ത്? നീ പെർഫെക്റ്റ് ആണോ? ഞാൻ പെർഫെക്റ്റ് അല്ല, മനസ്സിലായില്ലേ? പക്ഷേ ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഈ സംഭവം നാട്ടിൽ വേണ്ട, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനെ എല്ലാവരും കൂടെ നിൽക്കണം, സമൂഹത്തിൽ എല്ലാവരും കൂടെ നിന്നാൽ മാത്രമാണ് ഇതിനെ തുടച്ച് നീക്കപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് സേ നോ ടു ഡ്രഗ്സ്. Narcotics is a dirty business. Narcotics is a dirty business. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീ ചെയ്യില്ല.